ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൽബൺ കേരള കഫേ. ഇന്നത്തെ റെസിപ്പി മത്തങ്ങായും പയറും കൊണ്ടുള്ള ഒരു എരിശ്ശേരിയാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ. കണ്ടു നോക്കാം വളരെ എളുപ്പത്തിൽ നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈ എരിശ്ശേരി ഉണ്ടാക്കാൻ നമുക്ക് വൻപയർ 1 കപ്പ് 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് മത്തങ്ങ വേണം. മത്തങ്ങ അരിഞ്ഞത് ഞാൻ അളന്നത് 1.5 കപ്പ് അളവാണ്. അപ്പം മത്തങ്ങയും ഇതേപോലുള്ള വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതും കൂടെ ഈ പയറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച്. പിന്നെ ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുക്കറിൽ ഒരു 3-4 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കണം. 4 വിസിൽ കഴിഞ്ഞ് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും 1-2 വിസിലൂടെ അടുപ്പിക്കാം. പക്ഷേ 4ൻ്റെ ആവശ്യം വരത്തുള്ളൂ. അപ്പം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ അത് കുക്കറിലിരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിതരിപ്പോടുകൂടി വേണം ഇത് അരച്ചെടുക്കാൻ. നമ്മുടെ മത്തങ്ങായും പയറും കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 4 വിസിലാണ് ഇതിന് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നു. ഇതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചേക്കണേ. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കും. നന്നായിട്ടെല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഞാൻ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ പാകത്തിനാണ്. ഇനി നമുക്ക് ഇച്ചിരി ആ വെള്ളം കൂടെ ഒഴിച്ചില്ലായിരുന്നു. ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിലാണ് മിക്സിയിൽ നിന്ന് കഴുകി ഒഴിച്ചത്. എന്നാലും നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തീ കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സൈഡിൽ നിന്ന് തിള വരുന്നവരെ ഒന്ന് അടുപ്പത്തിരിക്കട്ടെ കേട്ടോ. നമ്മുടെ എരിശ്ശേരി ചൂടായി വരുന്ന സമയം കൊണ്ട് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു 4 വരി പാട്ടൊന്ന് കേട്ട് നോക്കാം. ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടും. ദാസേട്ടനും ചിത്രചേച്ചിയും അതിമനോഹരമായി പാടിയിരിക്കുന്നൊരു പാട്ടാണ്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഈ 4 വരി പാട്ടൊന്ന് കേൾക്കാം. തേരെ മേരെ സപ്നെ അബ് ഏക് രംഗ് ഹൈ ഓ ജഹാൻ ഭി ലേ ജായേ രാഹേ ഹം സംഗ് ഹൈ മറ്റാർക്കും ഈ ജന്മം നമ്മെ മാറ്റുവാനാകില്ല പെണ്ണേ. മംഗല്യസൂത്രത്തിനുണ്ടോ മാനസങ്ങൾക്കുള്ള ബന്ധം? നാം എന്നേ ഒന്നായതല്ലേ? ദൂരെ ദൂരെ ദൂരത്തായി നമ്മൾ നിൽക്കുന്നെങ്കിലും ആ ദൂരം പോലും ചാരേയല്ലേ നീ ഞാനല്ലേ. ഇപ്പം നമ്മുടെ എരിശ്ശേരി നന്നായിട്ട് ചൂടായി വന്ന് സൈഡിൽ നിന്ന് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇവിടെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരി ഒന്ന് വറുത്തിടാം. 1-2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരിയാണ്. ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ടൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുത്ത് ഇതിലേക്കൊന്ന് ഇടാം. ഒരു പ്രത്യേക രുചി കിട്ടും എരിശ്ശേരിക്ക്. തേങ്ങ നല്ല ഗോൾഡൻ നിറത്തിൽ നമ്മൾ വറുത്തെടുത്തു. അത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ വറുത്തിടുന്നത് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ എരിശ്ശേരിക്ക് ഒരു പ്രത്യേക രുചിയാണ്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം വേണേൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇല്ലെങ്കിൽ അങ്ങ് ഒഴിവാക്കിയേക്ക്. ഇനി കടുക് താളിക്കണം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമ്മളൊരു 3-4
വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കറിവേപ്പില, എല്ലാം കൂടി ഇട്ട് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ കടുക് പൊട്ടിച്ചത് ഈ കറിക്കകത്ത് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റാം. വളരെ എളുപ്പത്തിൽ നമ്മൾ മത്തങ്ങായും പയറും കൊണ്ടൊരു എരിശ്ശേരി ഉണ്ടാക്കി. ഓണസദ്യക്ക് എരിശ്ശേരി ഒരു പ്രധാന വിഭവമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻസിലൂടെ വിവരം അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് എത്രയും വേഗം വീണ്ടും കാണാം. Sprinkling a pinch of love into your cooking and life. Thank you for watching. Take care. Bye-bye.